ഉണ്ടായിരുന്നു. പക്ഷെ വരുമ്പോ കണ്ടില്ലേ ഓണമായില്ല വരുമ്പോ പോയിട്ടുണ്ട്. ഇപ്പൊ അതിലേക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം. ഒരിക്കലും വിചാരിച്ചല്ല, ഒരു പ്രതീക്ഷിക്കാത്ത കാരണം എനിക്ക് പകുതി നടന്നപ്പോ എന്റെ കാല് പൊന്താത്ത മാതിരിയാ തോന്നിയത്. പിന്നെ ആദ്യം നമുക്കൊരു ഇത് വേണം പോവാൻ. അതാണ് എനിക്കിപ്പോ എന്തോ അങ്ങനെ തോന്നിയാ. ഇന്നലെ ഞാൻ വിചാരിച്ചല്ലേ ഇതിന് ഇനി പാട്ടിട്ട് വേണം ഞാൻ ഇട്ടാൻ. ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എത്രയുണ്ട് ചേച്ചി പറയുന്നില്ല കേട്ടോ. അവരെപ്പോഴും നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ പോയിക്കോളും. അങ്ങനെയൊക്കെ നടക്കുള്ളൂ. അതെ സപ്പോർട്ട് വേണം. ആദ്യം കഷ്ടം നല്ല ഇഷ്ടപ്പെട്ടൊരു പിന്നെ അന്ന് തിരുവനന്തപുരത്തിലും കൂടെ പോയില്ല. പൊട്ടിയതല്ല, ഒരു 6 മാസത്തിന്റെ അടുക്കല് 3 തൈ ഒരു ചെരുപ്പിൽ ഒട്ടിക്ക് പോയി. അല്ലെങ്കിൽ ഇപ്പത്തെ ചെരുപ്പ് പണ്ടത്തെ അതിൽ പൊട്ടിയതല്ല. അത്ര ചെരുപ്പ് പൊട്ടിത്തന്നെ ഗൈസ് ഫുൾ ആൻഡ് ഫുൾ നേച്ചർ വൈബാണ്. ഞങ്ങളൊരു മലയുടെ മുകളിലേക്ക് വന്നതാണ്. ഇത്രയും നേരം കമൻട്രി അറിഞ്ഞില്ല. പിന്നെ എനിക്കത്ര എഡിറ്റിംഗ് ഒന്നും അറിയില്ല. പിന്നെ ഇത് നേച്ചർ വൈബാണ്. ഞങ്ങൾ മല കയറാൻ വന്നതാണ്. ഫാമിലി ഉണ്ട് കൂടെ, കസിൻസ് എല്ലാം ഫുള്ള് വൈബാണ്. കസിൻസും ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചിട്ടാ. എവിടേക്ക് ഇതിലൊക്കെ ഒരണ്ണാനാണ് പോണ്. അവരവിടെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഗായ്സ് നല്ല കോട വരുന്നുണ്ട്, വെയിലും ആയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. ഗായ്സ് ഞങ്ങളെ കണ്ട അവിടെ നിന്ന് വിളിച്ചു വരികയാണ് എന്തൊക്കെയോ.
നല്ല വൈബായിട്ടുണ്ട് കാണാൻ. പ്ലാസ്റ്റിക്കിനെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെ ഇവിടെ നമുക്ക് നമ്മുടെ ഇതൊക്കെ കാണാം. ഭയങ്കര ദൂരെയാണ്. നല്ല വൈബാണ്. പറ്റുന്നവരെല്ലാവരും ഇങ്ങോട്ട് വരണം. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറയാം. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി. കുറച്ച് പേര് ആണ്ട് ഫ്രണ്ടിൽ മുന്നേ പോയതാണ്. ഇത് അവിടെ നിന്ന് ഇങ്ങനെ കോടൊക്കെ വരുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മളിപ്പോൾ ഏത് ചൂടുകാലത്ത് പോയാലും മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ അട്ടയുടെ ശല്യം ഉണ്ടാവും. ചൂടുകാലത്ത് പോയാലും ഇവിടെ തണുപ്പുണ്ടാവും. പോരാത്തതിന് ഇങ്ങനെ കോടയൊക്കെ വരും. അതൊക്കെ കാണാൻ നല്ല രസമാണ്. പറ്റണവരൊക്കെ വരണം. കുറേ മരങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. കുറച്ച് പേര് ക്രോസ് പോവും ഇപ്പോൾ. ഇനി ഇങ്ങനത്തെ നേച്ചർ വൈബ് വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നല്ല വെയിലുണ്ട്, കോട അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. മരങ്ങളുണ്ട്, കുറേ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണിത്. കമൻട്രി തരാൻ കുറച്ച് വൈകിപ്പോയി. കോട കയറിയിട്ട് അധികമൊന്നും കാണൂല്ല. ഇവിടെ ഒരു ചെടി, അതിൻ്റെ പൂവൊക്കെ ഉണ്ട്. പൂവാ അതിൻ്റെ ഇലയാണത്. ആ കോട കയറിയിട്ട് ചെറുതായിട്ടാണ് ആ മല പോലത്തെ അത് കാണുന്നത്. ഭയങ്കര കുറച്ച് കാണുന്നുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുമോ ഇങ്ങനെ കയറി വരുന്ന കോട. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല വൈബ് സ്ഥലമാണ്. ഇത് അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് ഉണ്ടാവും. കാര്യം അത്രയും ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് വെച്ചാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. തൊട്ട് ഗെയിമിങ് വീഡിയോസ് കുറവായിരിക്കും. പകരം ഇങ്ങനത്തെ വ്ളോഗ് വീഡിയോസ് വരും. ഇല്ലാന്ന് എന്നെ കാണൂല. നേച്ചർ വൈബ് വീഡിയോസ് ആയിരിക്കും അധികവും ഞാൻ അപ്ലോഡ് ചെയ്യുക. ഗൈസ്, വഴി ഒന്ന് ജസ്റ്റ് മാറിപ്പോയി കേട്ടോ. ഇവിടെ ഇങ്ങനെ അരുവിക്കൂടെ വേണം പോവാനില്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന് താത്തിക്ക് വീണ് കഴിഞ്ഞാൽ ഉറപ്പാണ് പൊടി പോലും കിട്ടൂല. ഇപ്പോൾ നല്ല വൈബായിട്ടുണ്ട് കാണാൻ. നേരത്തെ അങ്ങോട്ടൊക്കെ നല്ല വൈബായി കോട കയറി വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം എല്ലാം ഒന്ന്. ഇത് കണ്ടോ, നല്ല വ്യൂ കിട്ടും ഇവിടുന്ന്. പ്രത്യേകിച്ച് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് സ്ഥലം ഒരു ബെസ്റ്റ് സ്ഥലമാണ്. പക്ഷേ ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ അല്ല. ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കുറച്ച് കസിൻസും ഫാമിലിത്തുള്ളവരൊക്കെ നേരത്തെ പോയിരുന്നു. അവരൊന്നും ഇപ്പോൾ കാണാൻ കൂടിയില്ല. ഗൈസ്, ദാ വീണ്ടും വൈബായുള്ള സ്ഥലമാണിത്. അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ടോ, നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല സെറ്റ് വ്യൂ ആണ് ഗൈസ്. ഈ വൈബ്
വേറെ എവിടെയും കിട്ടൂല. ഞങ്ങൾ ഇവിടെ തന്നെ, പക്ഷെ വേറെ സ്ഥലങ്ങളുണ്ട് ഇതേ സെയിം വൈബ് കിട്ടണേ. ഇത് നേച്ചർ വൈബാണ്. ഗായ്സ്, ഞങ്ങൾ വരുന്നതിന് മുന്നേ വന്നവർ പറഞ്ഞിരുന്നു ഇവിടെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു എന്ന്. നമ്മൾ ഇതേണ്ട അങ്ങോട്ട് അവിടെ എത്തിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോവുകയാണ് ചെയ്യുക. നല്ല രസമാണ് കാണാനൊക്കെ. ഇവിടെ പൊന്തക്കാടൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു വൈൽഡ് ഏരിയയാണ്. ഇനി ഈ മൃഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് പാമ്പ്, കിങ് കോബ്ര, രാജവെമ്പാല, മൂർഖൻ, അങ്ങനെ എന്തോ പറയും. മലയാളത്തിലേക്ക് കറക്റ്റ് അറിയില്ല. അതൊന്ന് ഇറങ്ങിയതാണ്. ചിലപ്പോൾ വീഴാനൊക്കെ പോകും, പറയാൻ പറ്റൂല. അപ്പോൾ അവിടെ വരുന്ന വഴിക്ക് കാട്ടുപന്നി ഇറങ്ങുന്നുണ്ട്. പിന്നെ ഒരു കാളെ, പശു, അങ്ങനെ എന്തോ പശുവിൻ്റെ ഒക്കെ പോലത്തെ, കാളയുടെയൊക്കെ പോലത്തെ ഒരു ജീവി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പാമ്പ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ജയന്റ് സ്ക്യുരൽ, വലിയ അണ്ണ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ മേലേക്കൊക്കെ കാണാൻ നല്ലൊരു വൈബാണ്. ഇങ്ങോട്ടും ഉണ്ട് വൈബൊക്കെ. സ്ഥലം ഫുള്ള് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. വൈബല്ലേ, നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. കുറച്ച് ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. വൈബാണ്. ഇതാ നല്ല, അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. സേവ് ഫോറസ്റ്റ്, സേവ് വൈൽഡ് ലൈഫ്, സേവ് എർത്ത് ണ്ട്. ഇതിൻ്റെ മേലൊക്കെ കുറേ മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് പുല്ല് കുറേ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ചിലപ്പോൾ ജീവികളും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പാമ്പ്, അട്ട ഇപ്പം ഇല്ല, മഴക്കാലത്ത് ഇവിടെ അട്ട ഉണ്ടാവും. അപ്പോൾ മാക്സിമം അധികം ആൾക്കാരും മഴക്കാലത്ത് ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് എപ്പോൾ വരണം എന്നുള്ളതൊക്കെ, അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു നവംബർ ഡിസംബർ ആ ഒരു റേഞ്ചിലാണ്. ഇപ്പോൾ മഞ്ഞുകാലം ആയതുകൊണ്ട്, ഡിസംബറിൽ മഞ്ഞുകാലമാണല്ലോ. കേരളത്തിലും ഇന്ത്യയിലൊന്നുമില്ല മഞ്ഞ് പെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ഇവിടെ തണുപ്പൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല വൈബ് സ്ഥലമാണ് സത്യം പറഞ്ഞാൽ. അവിടെയൊക്കെ എല്ലാം ചെടികളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പാമ്പുണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട്, നമുക്കറിയത്തില്ല. ഇതാണ് വഴി. ഇത്തിരി റിസ്കി വഴിയൊക്കെയാണ്. ചിലപ്പോൾ വഴിക്ക് വിടാൻ സാധ്യത ഉണ്ട്. പക്ഷെ നല്ല നേച്ചർ വൈബുള്ള വഴിയാണ്. കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മരങ്ങളൊക്കെ കാണാനും കഴിയും. മാക്സിമം വേഗം ഒരു ടൈം പറയും. 1.5 മണിക്കൂറാണ് ഞങ്ങൾക്ക് തന്നത്. അതിൻ്റെ അകത്ത് ചെന്നില്ലെങ്കിൽ അവർ വെയിറ്റിംഗ് ചാർജ് വാങ്ങിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്ന് കയറുമ്പോൾ ഒരു അമ്പലം ഒക്കെ ഉണ്ട് ശിവൻ്റെ. അവിടേക്ക് ഒന്ന് തൊഴുതിട്ട് പോവാം. ഹിന്ദുസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളവരെ കേട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നിങ്ങൾ ഈ നവംബർ ഡിസംബർ ഇതിലൊക്കെയാണ് വരുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു സെക്ടർ പോലത്തെ ജാക്കറ്റ് ടൈപ്പ് ഡ്രസ്സ് കൈ കരുതുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ വന്ന സമയത്തൊക്കെ നല്ല തണുപ്പാണ്. രാവിലെ വരണം, അധികം ലേറ്റ് ആവരുത്, നേരത്തെ വരണം. ഒരു 7 മണിക്കൊക്കെ ഇവിടെ നിന്ന് ഇതെടുത്ത് തുടങ്ങും കൊണ്ടുപോകൽ. അപ്പോൾ ആ ഒരു 7 മണിക്ക് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ
10-11 മണി ഒക്കെ ആകുമ്പോഴേക്കും ഒഴിവാകാൻ പറ്റും. ഇത് നല്ല എക്സ്പ്ലോർ ചെയ്യാണ്ട് ഈ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അവിടെ വരാം. ചെറിയൊരു പേടിയുണ്ട് വീഴുമെന്നുള്ളതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇവിടെ ഇപ്പം മഴ പെയ്തിരുന്നു ഇന്നലെ രാത്രി തോന്നുന്നുണ്ട്. നല്ല വഴുക്കലുണ്ട്. വീണ് അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല നേച്ചർ വൈബാണ്. ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയോടത്തേക്ക് എത്താറായി. നമ്മളിത് എത്താറായിക്കണ്. സൂര്യപ്രകാശം അടിച്ചിട്ടേ ഭയങ്കര ടയേർഡാവും നിങ്ങൾ. അപ്പം മാക്സിമം രാവിലെ വരാൻ നോക്കുക. സൂര്യൻ വരുന്നതിന് മുന്നേ പറ്റൂല. ഇത് 7 മണിക്കേ തുടങ്ങും എന്നാണ് പറഞ്ഞത്. 1.5 മണിക്കൂറുണ്ട്. അതിൻ്റെ അകത്ത് പോയി വരണം. ഇല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് ചാർജ് കൊടുത്ത് പോകേണ്ടി വരും. കമ്പലമാതിരി എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വീടുണ്ട്. കഴിഞ്ഞാൽ ഉപ്പുമാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനും കിട്ടുമൊക്കെ ചെയ്യും. ഇതവിടെ ഒരു വീട്. നിങ്ങൾ ഈ ഭാഷ ഏതാണെന്ന് ഗസ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ശരി ഉത്തരം അയക്കണേ. അതായത് അല്ല ഫസ്റ്റ് ഒന്നും ചെയ്യില്ലട്ടാ. അതിനുള്ളതൊന്നും നമ്മളെടുത്തില്ല. വേണ്ട കഴിഞ്ഞു. ഇവിടെ താത്തെത്തിണ്ട്. ഇവിടെ അരുവി കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. ഇതവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാർട്ടിക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെയും വൈബായുള്ള വ്യൂ കാണാം. നല്ല വ്യൂ ആണ് ഇവിടെ കിട്ടുക. നല്ല വ്യൂ കിട്ടുന്നതാണ്. ഇവിടെ ജീപ്പിൽ മാത്രമേ വരാൻ പറ്റൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ വീടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ അമ്പലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണുള്ളൂ. കാണിച്ചു തരാൻ പറ്റില്ല. ഇത് അവിടെയൊക്കെ അരുവി വഴി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം വഴിയൊക്കെ ഉണ്ട്. ആണ് ആ അമ്പലം. എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ ബൈ. അപ്പോൾ ഗൈസ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ പറയണം. ഞാൻ വീഡിയോ ഇട്ടുന്നല്ലോ. അപ്പോൾ ഞാനൊരു ക്ലൂ തരാം. മൂകാംബികയിലുള്ള സ്ഥലമാണിത്. അപ്പോൾ എല്ലാവരും കണ്ടുപിടിച്ചോണം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.